മാരിടൈം ലോയിലെ US ആണ്. ഇവിടെയാണ് ലോൺ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ നാവിക ചരിത്രത്തിന് സിന്ധു നദീതട സംസ്കാരത്തോടും പഴക്കമുണ്ട്. മൊസീസ് പട്ടണം കേരള തുറമുഖ ചരിത്രത്തിലെ തുടക്കത്തിന്റെ പ്രധാന അധ്യായവുമാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ പാത അടഞ്ഞിരുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് അറബ് വ്യാപാരികൾ സുഗന്ധദ്രവ്യങ്ങൾക്ക് വൻവില ഈടാക്കി. ഈ ചൂഷണം തടയുവാൻ യൂറോപ്പ് എന്ത് വില കൊടുത്തും പുതിയ മാർഗം കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു. നീണ്ടകാലത്തെ പരിശ്രമത്തിനിടയിൽ വാസ്കോ ഡി ഗാമയുടെ നേതൃത്വത്തിലുള്ള പോർച്ചുഗീസ് കപ്പൽ 1498 കോഴിക്കോട് കാപ്പാട് എത്തി. ഈ വരവ് പിന്നീട് ഇന്ത്യയുടെ വ്യാപാര അധികാര ചരിത്രത്തിൽ പുതിയ അധ്യായമായി മാറി. വിപുലമായ നാവിക വ്യാപാരവും അതിവിശാലമായ കടലും കടൽ തീരവും കപ്പൽ പാതകളും നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും അനന്തമായ ഈ മേഖലയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ ഇന്നും വളരെ പിന്നിലാണ്. ലോക ചരക്ക് വ്യാപാരത്തിന്റെ 95% കടൽ മാർഗമാണ് നടക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് വളരെ ചെലവ് കുറഞ്ഞതും കൂടുതൽ സുരക്ഷിതവുമാണ്. ലോകത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന 100 തുറമുഖങ്ങൾ ഒരു വർഷം ഏകദേശം 50 കോടി 20 അടി കണ്ടെയ്നറുകളുടെ വ്യാപാരമാണ് നടത്തുന്നത്.